ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. സിസോന്റെ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോഴാണ് താനിപ്പോ എവിടെയാണെന്ന് ജിൻഷിക്ക് റിയലൈസ് ആവുന്നത്. അങ്ങനെ പയ്യെ തിരിഞ്ഞു നോക്കും. ഭാഗ്യത്തിന് ഞാൻ അവിടെയില്ല. അങ്ങനെ തന്നെ സിസോന് പെട്ടെന്ന് തന്നെ വരാന്നും പറഞ്ഞ് ഒരു വോയിസ് മെസ്സേജ് അയച്ച് ലില്ലിയുടെ നാൻസിയുടെ മെസ്സേജ് ഒക്കെ കാണും. അതിനുശേഷം പയ്യെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ചെയ്ത് അവളുടെ ഹീൽസും എടുത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. നൈസായിട്ട് ഒളിഞ്ഞു നോക്കുമ്പോ ഞാനാണെങ്കിലോ കോളിങ്ങിലാണ്. അങ്ങനെ ഇവൻ കാണണ്ടല്ലോ എന്ന് വെച്ച് ഹീൽസ് ഒക്കെ തലയിൽ വെച്ച് നേരെ വന്ന് മെയിൻ ഡോർ തുറക്കും. പുറത്ത് അസിസ്റ്റന്റ് കൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇവൾക്ക് ഇനി വേറൊന്നും പറയാനില്ല. അതെ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടെന്നും പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. ഇവളുടെ ഈ ഓട്ടം കാണുമ്പോ തന്നെ അസിസ്റ്റന്റിന് കാര്യം പിടികിട്ടും. അങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നേരെ യാനിന്റെ അടുത്തേക്ക് ചെല്ലും. ബോസ്, എനിക്ക് മെയിൻ ഡോർ തുറന്നു തന്നത് മിസ് ജിൻഷിയാണ്. എന്തോ വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു എന്നറിയും. ഞാനാണെങ്കിലും ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. ബിസിനസിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കി കൊടുക്കും. അതിനുശേഷം ഫോൺ എടുത്ത് ഇവളെന്താണ് എനിക്കൊരു മെസ്സേജ് പോലും അഴക്കാണ്ട് പോയെന്നും പറഞ്ഞ് വല്ലാണ്ട് അപ്സെറ്റ് ആയിട്ടിരിക്കും. അതേ ടൈം ജിൻഷിയും നേരെ ഓഫീസിലേക്ക് ചെല്ലും. ചെന്നപ്പെടുന്നതോ ലില്ലിയുടെ ഫ്രണ്ടിലും. അല്ല മാഡം ഇന്നലെ നൈറ്റ് എവിടെയായിരുന്നു? ഇന്നലെ ഇട്ട ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാണ്ടാണല്ലോ ഓഫീസിലേക്ക് വന്നിട്ടുള്ളതെന്ന് ചോദിക്കും. ഞാൻ ഇന്നലെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു എന്ന് പറയും. ഏത് ഫ്രണ്ട്? എന്നേലും നാൻസിനേലും വലിയ ഫ്രണ്ട് നിനക്ക് വേറെ ഏതാ ഉള്ളത്? അത്രക്കും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണോ? ആ ഫ്രണ്ട് ബോയ് ആണോ ഗേൾ ആണോ എന്ന് ചോദിക്കും. ജിൻഷിക്ക് ഭ്രാന്ത് കയറിയ അവസാനം ഞാൻ മിസ്റ്റർ യാനിന്റെ കൂടെയായിരുന്നു എന്നറിയും. ഈ കാര്യം എന്തിനാ നീ എന്റെ അടുത്ത് നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നത്? എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നറിയും. എന്നാലും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്നാണ് നീ വിചാരിക്കുന്നതെന്ന് ചോദിക്കും. എന്ത് വിചാരിക്കാൻ? നിങ്ങൾ ലവ്വാന്നറിയും. എന്ത് ലവോ? ഒരു തവണ പോലും അവൻ എന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ലാന്നറിയും. അയ്യേ, നീ എന്താണ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയോ? ഹാർട്ടിൻ ഷേപ്പിലുള്ള ഒരു സാധനം നിന്റെ കൈകളിലേക്ക് വെച്ചതെന്ന് ലവ് യു എന്ന് പറഞ്ഞ് പുറകെ നടക്കുമെന്ന് നീ വിചാരിച്ചോ? എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. ആദ്യം മുതലേ തന്നെ അവന് നിന്റെ മേത്ത് ഫീലിങ്സ് ഉണ്ടെന്നറിയും. അപ്പൊ ജിൻഷിയാണെങ്കിലും ആലോചിച്ചുകൊണ്ട് നിൽക്കും. എന്താടി നീ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കും. വേറൊന്നുമില്ലടി, എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്ന് ഇങ്ങനെ പറയും. എന്തായാലും നീ ഇതിനെ കുറിച്ചൊന്ന് ആലോചിക്ക്. 2-3 ദിവസം വീട്ടിലിരിക്ക്. എന്തായാലും ഇവിടെ വലിയ വർക്കൊന്നുമില്ലല്ലോ. അങ്ങനെ വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് ആലോചിച്ച് ഇതിനൊരു ആൻസർ കണ്ടെത്തിയാൽ മതി എന്നും പറഞ്ഞ് ലില്ലി അവിടെ നിന്ന് പോകും. ജിൻഷിക്കാണെങ്കിലും ആകെ കൺഫ്യൂസ്ഡ് ആണ്. അതേ ടൈം ഞാനും ലിഫ്റ്റിൽ ഇപ്പൊ വന്നോണ്ടിരിക്കാണ്. ജിൻഷിയുടെ ഫ്ലോറിലേക്ക് ഇറങ്ങി നേരെ ഓഫീസിലേക്ക് നടക്കും. ആ ടൈമിന് സിസോ യാനിന്റെ അടുത്തേക്ക് വരും. ജിൻഷി ഇപ്പോഴാണല്ലോ പോയത്. ആനുവൽ ലീവ് എടുത്ത് ഹോം ടൗണിലേക്ക് പോയി എന്ന് പറയും. ഇറ്റ്സ് ഓക്കെ എന്നും പറഞ്ഞ് ഞാനും അങ്ങനെ പുറത്തേക്ക് വന്ന് 2 പൂച്ചകൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കും. ആ ടൈമിന് സിസോനെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സിസോ നടന്നു വന്ന് എന്താടാ ഈ ടൈമിന് എന്നെ എന്തിനാ വിളിപ്പിച്ചെന്ന് ചോദിക്കും. വേറൊന്നും അല്ലടാ, ഒരു പെൺകുട്ടിയുടെ മനസ്സ് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നറിയും. നീ ആരെ പറ്റിയാ പറയുന്നത്? ജിൻഷിനെ പറ്റിയാണോ? ഞാൻ പോയതിനു ശേഷം നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചെന്ന് പറയും. എന്ത് ചെയ്യാനാടാ, അവളിപ്പോ എന്നെ അവോയ്ഡ് ചെയ്യുവാണ്. ഇപ്പോ എന്നോടൊരു വാക്ക് പോലും പറയാണ്ട് ലീവൊക്കെ എടുത്ത് അവളുടെ ഹോം ടൗണിലേക്ക് പോയി എന്ന് പറയും. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ജിൻഷിനെ പോലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവൾക്ക് അവളുടേതായിട്ടുള്ള സ്പേസ് നീ കൊടുക്കണം. അപ്പോഴെല്ലാം ഓക്കെ ആയിക്കോളൂ എന്ന് പറയും. ഞാനും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാനും ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാണ്ട് സേഫ് ആയിട്ട് പോയിട്ട് വാന്നും പറഞ്ഞ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ജിൻഷിക്ക് അഴക്കും. ജിൻഷിക്കും ഈ ഒരു മെസ്സേജ് കണ്ട് കുറച്ച് സങ്കടമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഫ്ലൈറ്റും ഇറങ്ങി അവൾ അവളുടെ വീട്ടിലേക്കും ചെല്ലും. വീട്ടിൽ ചെന്നിട്ട് പോലും ഞാൻ എന്റെ മെസ്സേജസ് ഒക്കെ എടുത്തു നോക്കിക്കൊണ്ടിരിക്കും. അതേ ടൈം നാൻസി ആണെങ്കിലോ ലിങ്ങിന്റെ അമ്മേനെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ലിങ്ങിന്റെ വീട്ടിലേക്ക് ചെല്ലും. അവളും പിയാനോയിലേക്ക് കയറി നിന്ന് അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി അമ്മക്ക് കേൾപ്പിച്ചൊക്കെ കൊടുക്കും. ഇവളുടെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ ലിങ്ങാണെങ്കിലും ഇവളുടെ അടുത്തേക്ക് വന്നിരുന്ന് ഇവളെയും രസിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ആ പാട്ടെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ലിങ്ങിന്റെ അമ്മയാണെങ്കിലും ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണല്ലോ പാട്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിന്നും ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ടുള്ള കാരണം നീയാണ്. നീ എന്ത് നല്ല കുട്ടിയാണെന്ന് അറിയാമോ? ശരിക്കും നീ മാരേജ് ചെയ്യാൻ പോകുന്ന ആ പയ്യൻ ഭാഗ്യവാനായിരിക്കും എന്നറിയും. ഇത് കേൾക്കുമ്പോ തന്നെ നാൻസി പയ്യെ ലിങ്ങിനെ തിരിഞ്ഞു നോക്കും. ലിങ്ങിന് ഒരുമാതിരിയാകും. അപ്പൊ തന്നെ നാൻസിയും ആ ഓക്കെ ആന്റി ഞാനെന്നാ പോവാന്നും പറഞ്ഞു കഴിഞ്ഞേക്കും. എന്തിനാ മോളെ ഈ ലേറ്റ് നൈറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് പോകുന്നത്? മോള് പോകണ്ട, മോളെ ഡ്രോപ്പ് ചെയ്യും, ഇവൻ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു തീരുമ്പോ തന്നെ ലിങ്ങാണെങ്കിലും ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തോളാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് ഷൂ ഒക്കെ എടുത്തിടും. ആ ടൈമിന് ലിങ്ങാണെങ്കിലും പയ്യെ ഇവളുടെ കാലിലേക്ക് ചവിട്ടും. അങ്ങനെ തന്നെ കുനിഞ്ഞിരുന്ന് അവളുടെ ഷൂയിലുള്ള പൊടിയൊക്കെ തട്ടിക്കളയും. നീ ഇങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന് പറയും. എന്നാലും അതൊന്നും
കേൾക്കാണ്ട് ലിങ്ങാണെങ്കിലോ പൊടിയൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. ഇവൾക്കും നൈസായിട്ട് ലിങ്ങിന്റെ അടുത്ത് ഒരു ഫീലിങ്സ് ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൊടിയെല്ലാം തട്ടിക്കഴിഞ്ഞ് എന്തായാലും വാ നമുക്ക് പോവാന്നറിയും. ഇവളാണെങ്കിലും അതിനൊരു ആൻസറും കൊടുക്കാണ്ട് ലിങ്ങിനെ പയ്യെ തട്ടി മാറ്റി നാണിച്ചവിടെ നിന്ന് ഓടിപ്പോകും. അതേ ടൈം ജംഗ്ഷനെ കാണിക്കാണ്. ഞാൻ കൊടുത്ത ആ ഒരു നെക്ലസും എടുത്ത് വെച്ച് യാനിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അതേ ടൈം തന്നെ ഞാനാണെങ്കിലോ ജിൻഷിക്ക് മെസ്സേജ് അയക്കാന്നും പറഞ്ഞ് ഫോൺ പയ്യെ എടുക്കും. ആ ടൈമിനാണ് ഈസോയു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കാണ്ടിരിക്കും. അതേ ടൈം ലിങ്ങാണെങ്കിലോ നാൻസിനെ ഡ്രോപ്പ് ചെയ്ത് നേരെ വീട്ടിലേക്ക് വരും. അമ്മ ഇവനെ നോക്കി ചിരിച്ചോണ്ടിരിക്കാണ്. മതി അമ്മ മതി, ഇത്രയും ഓവറാക്കി ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് പറയും. ഞാൻ ചിരിക്കുന്നതിനേലും കൂടുതലായിട്ട് നീ ചിരിക്കുന്നുണ്ട്, വേണമെങ്കിൽ ആ ഫോൺ എടുത്ത് നോക്കടാന്ന് പറയും. അങ്ങനെ ലിങ് ഫോൺ എടുത്ത് നോക്കി പയ്യൊക്കെ അവളൊക്കെ ശരിയാക്കി ഞാൻ അത്രക്ക് ചിരിക്കുന്നൊന്നും ഇല്ലാന്ന് പറയും. എന്റെ പൊന്നു മോനെ, നീ എവിടം വരെ പോകുന്നു എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് മോനെ എന്നെ ആലോചിച്ച് ഒന്നും ചെയ്യാണ്ടിരിക്കണ്ട. എന്റെ മോന് ഞാൻ എപ്പോഴും സപ്പോർട്ടീവ് ആയിരിക്കും. നീ എത്രയും പെട്ടെന്ന് ലവ് ഒക്കെ ചെയ്ത് മാരേജ് ചെയ്യാൻ നോക്ക്. ജോബിനേലും ഫസ്റ്റ് ഫാമിലിയാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയും. എന്റെ അമ്മയാണ് അമ്മ പൊന്നമ്മയെന്നും പറഞ്ഞ് ലിങ്ങാണെങ്കിലും ഫോൺ എടുത്ത് നോക്കും. കഴിഞ്ഞ ദിവസം നൈറ്റ് ലിങ്ങിന്റെ അമ്മ ബാറിൽ ചെന്ന് പാട്ട് പാടിയിട്ടുണ്ടല്ലോ, ആ ഒരു വീഡിയോ ഭയങ്കര വൈറലാണ്. ആന്റി സൂപ്പർ ആയിട്ടാണ് പാടുന്നതെന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. ഇത് കാണുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര ഹാപ്പി ആകും. അമ്മ നിങ്ങൾ വൈറലായമ്മ, നിങ്ങളിപ്പോ ഭയങ്കര ഫേമസ് ആണെന്നറിയും. അയ്യോ ഞാനും അപ്പോ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആണല്ലേ, അങ്ങനെയാവുമ്പോ എനിക്കും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ എന്തായാലും നിന്റെ ബാറിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിനുശേഷം ഡെയിലി ഞാൻ അവിടെ വന്ന് പാട്ട് പാടും. ഇപ്പൊ തന്നെ പ്രാക്ടീസ് തുടങ്ങണമെന്നും പറഞ്ഞ് ഫോണൊക്കെ എടുത്ത് അമ്മ അവിടെ നിന്ന് പോകും. അതേ ടൈം യാനിനാണെങ്കിലും ശരി ജിൻഷിക്കാണെങ്കിലും ശരി രണ്ടുപേരെ ആലോചിച്ച് വല്ലാണ്ട് വിഷമിച്ചിരിക്കുവാണ്. ഞാൻ ഇടക്കിടക്ക് ജിൻഷിയുടെ അടുത്ത് നിന്നും മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോന്ന് വരെ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു മെസ്സേജും കാണുന്നൊന്നുമില്ല. അങ്ങനെ രണ്ടുപേരും വല്ലാണ്ട് ഫീൽ ചെയ്ത് ഇങ്ങനെ കിടക്കുവാണ്. അങ്ങനെ സിം കട്ട് ചെയ്താല് ജിൻഷി ഹോം ടൗണിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോ യാനിന്റെ അടുത്ത് അസിസ്റ്റന്റ് വന്ന് ജിൻഷി വന്നു, ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയേക്കുവാന്ന് പറയും. ആ ഓക്കെ, പിന്നെ ജിൻഷൻ കമ്പനി പുതിയ പ്ലാനിന്റെ ഡോക്യുമെന്റ് ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. ഇല്ല സാർ, ഞാൻ ഇപ്പൊ തന്നെ പറയാന്നും പറഞ്ഞ് അസിസ്റ്റന്റും അങ്ങനെ പുറത്തേക്ക് പോകും. അതേ ടൈം ജിൻഷിയും ഈച്ചന്റെ കൂടെ നേരത്തെ ഒരു ലേഡി വന്ന് ഫ്രീ ആയിട്ട് സർജറി ചെയ്ത് തരുമോന്ന് ജിൻഷിയുടെ അടുത്ത് ചോദിച്ചില്ലേ, ആ ലേഡിനെ കാണാനായിട്ട് ചെല്ലും. ആ ലേഡിക്കും ഇപ്പൊ സർജറി കഴിഞ്ഞിരിക്കുവാണ്. നിങ്ങൾ എന്തോരം റെസ്റ്റ് എടുക്കുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ റിക്കവർ ആകും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ റെസ്റ്റ് എടുക്കണമെന്ന് പറയും. പക്ഷെ ഈ ലേഡിയുടെ ഹസ്ബൻഡ് അത്രക്കും കെയർ ചെയ്യുന്ന ആളായിട്ട് തോന്നുന്നില്ല. അതുമല്ലാണ്ട് അയാളുടെ കാലിനും വയ്യാണ്ടിരിക്കുവാണ്. പുള്ളിക്കാരൻ പയ്യെ എഴുന്നേറ്റ്, ആക്ച്വലി എന്റെ കാലിനും വയ്യാണ്ടിരിക്കുവാണ്. ഇവള് ഫാമിങ്ങിന് പോയില്ലെങ്കിൽ ഞങ്ങളുടെ വീട് മൊത്തം പട്ടിണിയാകും. ഇവളുടെ റെസ്റ്റ് എപ്പോ കഴിയും, ഫാമിങ് ഇവൾക്ക് എപ്പോ മുതൽ സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിക്കും. ആക്ച്വലി ആ ലേഡിയുടെ സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ. റെസ്റ്റ് മുഴുവനായിട്ട് എടുക്കാണ്ട് എപ്പോ ഫാമിങ്ങിന് ഇറങ്ങാമെന്നാണ് പുള്ളിക്കാരൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സിം കട്ട് ചെയ്താൽ ജിൻഷി ഓഫീസിൽ ഇരിക്കുവാണ്. പുതിയ പ്ലാൻസ് ഒക്കെ നമ്മുടെ സിസോന് കാണിച്ചു കൊടുക്കും. എന്തായാലും ഈ പ്ലാൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, നീ തന്നെ യാനിന്റെ അടുത്തേക്ക് കൊടുക്ക്, ഞാൻ എന്തായാലും ഇത് അപ്രൂവ് ചെയ്യൂന്ന് പറയും. ഞാൻ എന്തായാലും യാനിനെ കാണാനായിട്ട് പോകുന്നില്ല, നീ തന്നെ പോയി ഈ പ്ലാൻ കൊടുത്താൽ മതി എന്ന് പറയും. അയ്യോ ജിൻഷി, എന്നെ കൊണ്ട് സാധിക്കില്ല, കഴിഞ്ഞ പ്രാവശ്യം തന്നെ നിനക്ക് വയ്യാന്നും പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് പെട്ടുപോയതാണ്, ഇത് ശരിയാവില്ല, നീ തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറയും. ആ ഓക്കെ, ഞാൻ കൊടുത്തോളാം. നെക്സ്റ്റ് ഒരു കോൺഫറൻസ് വരുന്നുണ്ട്, അതിനൊരു സ്പീച്ച് നമ്മുടെ ഇവിടെ നിന്ന് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ടില്ല, അപ്പോ നീ തന്നെ ആ സ്പീച്ച് കൊടുത്തേക്കെന്ന് പറയും. വേണ്ട ചേച്ചി, ഞാൻ എന്തായാലും ഇത് കൊണ്ടുപോയി യാനിന് കൊടുത്തേക്കാന്നും പറഞ്ഞ് ആ ഫയലുമായിട്ട് ഇറങ്ങും. അതേ ടൈം യാനിനെ കാണിക്കാണ്. പെട്ടെന്ന് അസിസ്റ്റന്റ് കയറി വന്ന് ജംഗ്ഷനിൽ നിന്ന് ആള് വന്നിട്ടുണ്ടെന്ന് അറിയും. എന്തായാലും വന്നിരിക്കുന്നത് ജിൻഷി ആയിരിക്കും എന്ന് വിചാരിച്ച് കാലിന്മേ കാല് കയറ്റി വെക്കാനായിട്ട് പോകുന്നേ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ ഇവന്റെ സന്തോഷമൊക്കെ മാറി ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ കാല് നിലത്തേക്ക് വെക്കും. കയറി വരുന്നത് വേറെ ആരുമല്ലല്ലോ, നമ്മുടെ സിസോയാണ്. പയ്യെ ഫയലൊക്കെ എടുത്ത് നീട്ടി പുള്ളിക്കാരൻ മാറിയിരിക്കും. അങ്ങനെ ഞാനും ഫയലെല്ലാം നോക്കിയിട്ട് സിസോന്റെ അടുത്ത്, അല്ല ജിൻഷി എന്തേ, ജിൻഷി എന്തെടുക്കുവാന്ന് ചോദിക്കും. ഈ അടുത്ത് തന്നെ ഒരു കോൺഫറൻസ് വരുന്നുണ്ട്, അതിനൊരു സ്പീച്ച് കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുവാന്ന് പറയും. ആ ഓക്കെ, ഈ പ്ലാൻ ജിൻഷിയാണ് വിട്ടത്, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, എന്തായാലും ഞാനത് അപ്രൂവ് ചെയ്തെന്ന് പറഞ്ഞേക്കെന്നും പറഞ്ഞ് സിസോനെ പറഞ്ഞേക്കും. അതിനുശേഷം അസിസ്റ്റന്റിനെ വിളിച്ചിട്ട്, ഈ വരുന്ന കോൺഫറൻസിൽ നമുക്കും ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കും. ഇൻവിറ്റേഷൻ കിട്ടി, പക്ഷേ ബോസ് ആണല്ലോ വരുന്നില്ല എന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ റിജക്ട് ചെയ്തു എന്ന് പറയും. അപ്പൊ തന്നെ ഞാൻ ഒരുമാതിരി നോട്ടം നോക്കും. ആ ഓക്കെ ബോസ് വിഷമിക്കണ്ട, അവിടെ നിന്ന് ബോസ് വരണമെന്നും പറഞ്ഞ് 2-3 പേര് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോ തന്നെ വിളിച്ച് കൺഫേം ചെയ്തേക്കാന്ന് പറയും. ഇത് കേൾക്കുമ്പോഴാണ് ഞാനിനൊരു ആശ്വാസമാകുന്നത്. അങ്ങനെ നൈറ്റ് ജിൻഷിനെ കാണിക്കാണ്. മെഡിക്കൽ കോൺഫറൻസിൽ ഞാനൊരു സ്പീച്ച് കൊടുത്തില്ലേ, അത് ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് അതിൽ നിന്ന് കീവേഡ്സ് ഒക്കെ ഇവൾ എഴുതിയെടുക്കും. ആ ടൈമിന് ഇവരുടെ ഇടയിൽ നടന്ന കാര്യങ്ങളും കൂടി നമ്മുടെ ജിൻഷിക്ക് ഓർമ്മ വരും. അങ്ങനെ നൈസായിട്ട് ഞാൻ കൊടുത്ത ആ ഒരു ചെയിനിലേക്ക് നോക്കും.
പിന്നെ പുള്ളിക്കാരി ഒന്നും തന്നെ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ലാപ്ടോപ്പും അടച്ചു വെച്ച് യാനിനെ ആലോചിച്ച് അങ്ങനെ കിടക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ജിങ്ഷി ആ കോൺഫറൻസിനായിട്ട് വരും. കറക്റ്റ് ആയിട്ട് നമ്മുടെ യാനിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. അല്ല, നിങ്ങൾ എന്താ ഇവിടെ നിന്ന് ചോദിക്കും. യാനാണെങ്കിലോ അവളുടെ കഴുത്തില് അവൻ കൊടുത്ത ചെയിൻ ഉണ്ടോന്നാണ് നോക്കുന്നത്. പക്ഷെ ചെയിൻ കാണാനില്ല. അപ്പൊ തന്നെ എനിക്കും ഇൻവിറ്റേഷൻ കിട്ടിയായിരുന്നു. അല്ല, നീ എന്താണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഞാൻ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടില്ല എന്ന് പറയും. പിന്നെ എന്തിനാണ് നീ ഫയൽസുമായിട്ട് സിസോന എന്റെ അടുത്തേക്ക് അയച്ചതെന്ന് ചോദിക്കും. വേറൊന്നല്ല, ഈ ഒരു സ്പീച്ചിനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു എന്ന് പറയും. ആണോ, എന്നാ അതൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഞാനതൊക്കെ എടുത്തു നോക്കും. കൊള്ളാലോ ഈ സ്പീച്ചൊക്കെ, പക്ഷെ ഇതെവിടെയോ കേട്ട പോലെ ഉണ്ടെന്ന് പറയും. ആക്ച്വലി നമ്മുടെ ജിങ്ഷി യാനിന്റെ സ്പീച്ചിൽ നിന്ന് അടിച്ചു മാറ്റിയതാണല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ ആ ഫയല് വാങ്ങി വെക്കും. സ്പീച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ അത് ഹാർട്ടിന്റെ ഉള്ളിൽ നിന്ന് വരണം, എന്നാലേ കേൾക്കുന്നവർക്കും ഇൻസ്പയർ ആയിട്ട് എടുക്കുള്ളൂ. എന്തായാലും ഈ ഒരു കോൺഫറൻസ് കഴിയുമ്പോ ഡിന്നറിനായിട്ട് വാ, അവിടെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകും, അവരെയൊക്കെ നിനക്ക് പരിചയപ്പെടുത്തി തരാന്ന് പറയും. ആ ഓക്കെ എന്ന് പറഞ്ഞ ജിങ്ഷിയും പോകും. അങ്ങനെ കോൺഫറൻസും സ്റ്റാർട്ട് ചെയ്യും. ജിങ്ഷി സ്റ്റേജിലേക്ക് കയറി നിന്ന് നല്ല രീതിക്ക് സ്പീച്ചൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങും. ആദ്യം നല്ല രീതിക്ക് ഫണ്ണായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇവള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യും. ഷിങ്ചിൻ എന്നുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഒരുപാട് കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാട് സാധാരണക്കാർക്കൊക്കെ ഞങ്ങളുടെ ഫെസിലിറ്റീസ് അനുഭവിക്കണം, അവർക്കും നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുതലായിട്ട് പ്രയത്നിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഗോള്. ഈ ഒരു ഗോള് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യുമെന്നും പറഞ്ഞ് സ്പീച്ചൊക്കെ തീർക്കും. ഒരുപാട് പേർക്കൊക്കെ ജിങ്ഷിയുടെ സ്പീച്ച് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കോൺഫറൻസ് എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങും. എങ്ങനെയുണ്ടായിരുന്നു എന്റെ സ്പീച്ച് എന്ന് ഇങ്ങനെ ചോദിക്കും. നിനക്ക് എന്ത് തോന്നിന്ന് തിരിച്ച് ഞാനും ചോദിക്കും. എനിക്കെന്തോ നല്ലതായിട്ട് ഞാൻ പെർഫോം ചെയ്തു എന്ന് തോന്നുന്നുണ്ടെന്ന് പറയും. അപ്പൊ തന്നെ ഞാനും നീ എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്തു എന്നറിയും. ഇത് കേൾക്കുമ്പോൾ ജിങ്ഷിക്കും ഹാപ്പി. അതിനുശേഷം ഞങ്ങളുടെ പ്ലാൻ എന്തായി എന്ന് ചോദിക്കും. എന്താണ് നിന്റെ അടുത്ത് സിസോ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ അപ്പൊ തന്നെ അത് അപ്രൂവ് ചെയ്ത് വിട്ടതാണല്ലോ എന്ന് ചോദിക്കും. പറഞ്ഞായിരുന്നു, ഒന്നും കൂടി കൺഫേം ചെയ്യാനായിട്ട് ചോദിച്ചതാന്ന് പറയും. ആ ഓക്കെ, ഇനി എന്തെങ്കിലും ഫയൽസ് എന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നീ ഡയറക്റ്റ് കൊണ്ടുവന്നാ മതി എന്ന് പറയും. അങ്ങനെ ജിങ്സിയും ഞാനിനെ നോക്കിക്കൊണ്ട് നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ജിങ്സിയും ഞാനും കൂടി ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് ചെല്ലും. അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഇതിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അതേ ടൈം സിഡ്നിയുടെ പുറകെ നടക്കുന്ന ആ ഒരു ഇൻവെസ്റ്റർ മിസ്റ്റർ ചെൻ, അയാളും അവിടെയുണ്ട്. ജിങ്ഷിനെ കണ്ട് നീ ജിങ്ഷൻ കമ്പനിയിൽ നിന്നല്ലേ നീ ചോദിക്കും. അതെ, എന്റെ പേര് ജിങ്ഷി എന്ന് പറയും. അപ്പൊ തന്നെ അടുത്തിരിക്കുന്ന വേറൊരാള്, എന്തായാലും നീ പുതിയതായിട്ട് വന്നതല്ലേ, അപ്പോൾ ഡ്രിങ്ക് ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് കുറച്ച് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കും. എന്തായാലും വേറെ നിവൃത്തിയില്ല. ജിങ്ഷിയും അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ടോക്സ് ഒക്കെ ചെയ്ത് ഡ്രിങ്ക്സ് കുടിക്കും. അപ്പൊ തന്നെ അയാൾ വീണ്ടും, എല്ലാവർക്കും കൂടി വേണ്ടി നീ ഒരു പ്രാവശ്യം ഡ്രിങ്ക് ഒക്കെ ചെയ്തു, പക്ഷേ അങ്ങനെ പോരാ, മിസ്റ്റർ ചെന്നുണ്ടല്ലോ വലിയൊരാളാണ്, അയാൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നീ ഡ്രിങ്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഞാൻ എന്റെ ഫേസും മാറും, ജിങ്ഷിയുടെ ഫേസും മാറും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും, വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.